ഹായ് എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ഫിറോസ് ദാദു ട്രിക്സ് ആൻഡ് ടിപ്സ് യൂട്യൂബ് ചാനലിലേക്കും ഫിറോസ് ദാദു ഐഫോൺ വേൾഡ് ഫേസ്ബുക്ക് പേജിലേക്കും ഹാർദമായ സ്വാഗതം. ഇന്ന് നമ്മുടെ കൂട്ടുകാരുമായി പങ്കുവെക്കാൻ പോകുന്നത് ഒരു വീഡിയോ എഡിറ്റിംഗ് ആപ്ലിക്കേഷനാണ്. ഒരുപാട് വീഡിയോ എഡിറ്റിംഗ് ആപ്ലിക്കേഷൻ നിങ്ങളുടെ മൊബൈലിൽ ഉണ്ടാവുമെന്ന് എനിക്കറിയാം. പക്ഷേ ആ വീഡിയോ എഡിറ്റിങ്ങിൽ നമ്മളൊരു വീഡിയോ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ വീഡിയോ ആപ്പിൻ്റെ പരസ്യം അതിലുണ്ടാവും. ഒരു വാട്ടർമാർക്കായിട്ട് ആ ഒരു ഏത് ആപ്പിലാണോ നിങ്ങൾ ചെയ്യുന്നത് അതിൻ്റെ ഒരു പരസ്യം വാട്ടർമാർക്കായിട്ട് താഴെ ഉണ്ടാവും. പക്ഷേ ആ വീഡിയോയുടെ ഭംഗി അതോടുകൂടി പോവുകയും ചെയ്യും. നമ്മൾ നല്ല രീതിയിൽ എഡിറ്റ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും. എന്നാൽ വാട്ടർമാർക്ക് ഇല്ലാതെ അതിൽ ചെയ്യുന്നേക്കാൾ എഫക്റ്റ് കൊടുത്തുകൊണ്ട് നമുക്ക് വീഡിയോ എഡിറ്റ് ചെയ്യാൻ സാധിക്കുന്ന ഒരു ഐഫോൺ ആൻഡ്രോയിഡ് ആപ്ലിക്കേഷനാണ് പരിചയപ്പെടുത്താൻ. തികച്ചും ഫ്രീ ആണ് ഈ ഒരു ആപ്ലിക്കേഷൻ. നിങ്ങൾക്ക് വളരെ ഈസിയായി ടിക്ടോക്കിലെ വീഡിയോ, അതുപോലെ മൊജോയിലെ വീഡിയോ, അതുപോലെ ഇൻസ്റ്റഗ്രാമിലെ സ്റ്റോറീസ് വീഡിയോ, അതുപോലെ നിങ്ങൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ്, ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ്, വാട്സപ്പ് സ്റ്റാറ്റസ് വെക്കുന്ന വീഡിയോസ്, ഇവയെല്ലാം നിങ്ങൾക്ക് വളരെ ഈസിയായി നമുക്ക് എഡിറ്റ് ചെയ്യാൻ സാധിക്കും. നമുക്ക് ഇഷ്ടമുള്ള സോങ്ങുകൾ ചേർക്കാം, ഇഷ്ടമുള്ള ടെക്സ്റ്റുകൾ ചേർക്കാം, ഇഷ്ടമുള്ള ഫോട്ടോസ് ചേർക്കാം, ഇഷ്ടമുള്ള ടെംപ്ലേറ്റുകൾ ചേർക്കാം. അങ്ങനെ എല്ലാ വീഡിയോ എഡിറ്റിംഗ് ആപ്ലിക്കേഷൻ ഉള്ളതിനേക്കാൾ കൂടുതൽ ഫീച്ചറുകൾ ഏത് സാധാരണക്കാരും എളുപ്പത്തിൽ ചെയ്യാൻ സാധിക്കുന്ന രീതിയിലാണ് ഇതിൻ്റെ മെത്തേഡ്. എന്തായാലും നിങ്ങൾ വീഡിയോ അവസാനം വരെ കണ്ടതിന് ശേഷം നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. യൂട്യൂബിലാണ് വീഡിയോ കാണുന്നെങ്കിൽ യൂട്യൂബിൻ്റെ താഴെയുള്ള സൈഡിലുള്ള ആരോ മാർക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് വെച്ചിട്ടുണ്ട്, ഡൗൺലോഡ് ചെയ്യുക. അതല്ല ഫേസ്ബുക്കിലാണ് വീഡിയോ കാണുന്നതെങ്കിൽ വീഡിയോക്ക് മുകളിൽ വെച്ചിട്ടുള്ള നീല കളറുള്ള ലിങ്കിൻ്റെ മേലെ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുക. ബാക്കി ഈ വീഡിയോ തുറന്ന് കാണുക. ഇത് വീഡിയോയിൽ ഞാൻ കാണിച്ചു തരുന്നത് എങ്ങനെയാണ് വീഡിയോ എഡിറ്റ് ചെയ്യുക എന്നുള്ളത് ചെറിയൊരു ട്യൂട്ടോറിയൽ വീഡിയോ. ഓക്കെ, ഓരോ വീഡിയോ എഡിറ്റിങ്ങും അവനവൻ്റെ ഇഷ്ടത്തിനാകുമ്പോഴാണ് അത് ഭംഗി കൊടുക്കുക. ഞാൻ എൻ്റെ ഇഷ്ടത്തിന് കാണിക്കുന്നതുകൊണ്ട് കാര്യമില്ല, അത് ഫോളോ ചെയ്തുകൊണ്ട് കാര്യമില്ല. നിങ്ങൾക്ക് അതിൽ ഒരുപാട് എഫക്റ്റുകളും കാര്യങ്ങളും കൊടുക്കാനും ഇതൊക്കെ സാധിക്കും. അപ്പോൾ നല്ല രീതിയിൽ വീഡിയോ എഡിറ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾ വീഡിയോ മനോഹരമായി നിങ്ങൾ പബ്ലിഷ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇനി എങ്ങനെ അതിൻ്റെ പ്രവർത്തന രീതി വീഡിയോ കണ്ട് മനസ്സിലാക്കാം. ഓക്കെ ഫ്രണ്ട്സ്, വീഡിയോക്ക് മുകളിൽ വെച്ചിട്ടുള്ള ആപ്ലിക്കേഷൻ കൂടാതെ മൊബൈൽ ഇൻസ്റ്റാൾ ചെയ്ത് പെർമിഷനുകൾക്ക് നിങ്ങൾ നൽകി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത്തരത്തിലൊരു ഇൻ്റർഫേസ് മാത്രമായിരിക്കും കാണാൻ സാധിക്കുക. ഇവിടെ ഏറ്റവും താഴെ ഒരു പ്ലസ് ബട്ടൺ കാണിക്കും. ഏറ്റവും താഴെ കാണുന്ന പ്ലസ് ബട്ടണിന് മേലെ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഏറ്റവും മുകളിലായിട്ട് ഗെറ്റ് ടെംപ്ലേറ്റ്സ് എന്ന് കാണിക്കും. അതിന് മേലെ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അല്ലെങ്കിൽ താഴെ ന്യൂ പ്രൊജക്റ്റ് എന്ന് കാണിക്കും. അതിന് മേലെ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഗാലറിയിലുള്ള വീഡിയോസൊക്കെ കാണിക്കും. നമുക്ക് ഏത് വീഡിയോ ആണ് നമ്മൾ എഡിറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ വീഡിയോ നിങ്ങൾ ഇവിടെ നിന്ന് കൊണ്ട് സെലക്ട് ചെയ്യുക. ഓക്കെ, ഞാൻ ഇവിടെ നിന്ന് കൊണ്ട് എനിക്കൊരു വീഡിയോ ഇപ്പോൾ നിങ്ങൾ കാണിച്ചു തരാൻ വേണ്ടി ഞാൻ ജസ്റ്റ് ഒരു വീഡിയോ സെലക്ട് ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, ഇവിടെ നിന്നുകൊണ്ട് ഓക്കെ, ഈ ഒരു വീഡിയോ ഞാൻ സെലക്ട് ചെയ്തു. 1 മിനിറ്റ് 44 സെക്കൻഡുമുള്ള ഈ ഒരു വീഡിയോ ഞാൻ സെലക്ട് ചെയ്തു. ഓക്കെ, എന്ന് വെച്ചാൽ താഴെ കാണുന്ന ആരോ മാർക്ക് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ കുറച്ച് നേരം ലോഡ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇത്തരത്തിലായിരിക്കും ഓപ്പൺ ആയി വരുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് അവിടെ ആ വീഡിയോ കാണാൻ സാധിക്കും. ഇനി ആ വീഡിയോക്ക് നമുക്ക് ഒരുപാട് എഫക്റ്റുകളും കാര്യങ്ങളും നൽകണം. ആദ്യം തന്നെ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇവിടെ ഏറ്റവും മുകളിൽ ഫസ്റ്റിൽ കാണുന്നത് മ്യൂസിക് ആഡ് ചെയ്യാനുള്ളതാണ്. അതിന് മേലെ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് മ്യൂസിക് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ഗാലറിയിലുള്ള ഏതെങ്കിലും മ്യൂസിക് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാം. ഓക്കെ, ഒരുപാട് മ്യൂസിക്കുകളുണ്ട്. ഓക്കെ, അതിൽ നമുക്ക് ആ ഒരു മ്യൂസിക് ആക്കി കൊടുക്കാന്നുണ്ടെങ്കിൽ ചൂസ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ ആ ഒരു വീഡിയോ അവിടെ എത്തി. മ്യൂസിക് ബേസ്ഡ് എന്നുള്ള ഈ ഭാഗത്ത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ആ ഒരു മ്യൂസിക് അതിലേക്ക് എത്തിക്കഴിഞ്ഞു. താഴെ ടിക്ക് മാർക്ക് കൊടുക്കുക. ഓക്കെ, ടിക്ക് മാർക്ക് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു മ്യൂസിക് അതിലേക്ക് എത്തി. ഒരു മൊത്തം മനുഷ്യൻ കാട്ടുന്ന കാട്ടിലുണ്ടോ നിങ്ങൾ ഇതിനെ കണ്ടാ പറയോ? ഓക്കെ, ഇനി നമുക്ക് അടുത്തത് അവിടെ നിന്നുകൊണ്ട് ഇതിലേക്ക് നമുക്ക് ടെക്സ്റ്റ് എഴുതണം. ഈ ഒരു വീഡിയോക്ക് മൊത്തത്തിൽ ടെക്സ്റ്റ് എഴുതണം. അതിന് രണ്ടാമത്തെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. എന്നതിന് ശേഷം ഇവിടെ ടെക്സ്റ്റ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യാം. ഇവിടെ ഒട്ടനവധി എഫക്റ്റുകൾ കാണിക്കും. നെയിം, സ്റ്റാൻഡേർഡ്, വീഡിയോ ടൈറ്റിൽ. നമുക്ക് വീഡിയോ ടൈറ്റിലാണ് വേണ്ടതെങ്കിൽ ഇതേ രീതിയിലായിരിക്കും ടൈറ്റിൽ വരുന്നത്. ഓക്കെ, നമുക്ക് ഇഷ്ടമുള്ള കളറുകൾ കൊടുക്കാം. നമുക്കിപ്പോൾ ഈ ഒരു കളറിലാണ് വേണ്ടതെങ്കിൽ ഈ കളർ കൊടുക്കാം, ഈ കളറാണെങ്കിൽ ഈ കളർ കൊടുക്കാം. ഓക്കെ, ഏകദേശം ആ ടെക്സ്റ്റിൻ്റെ മേലെ ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഇവിടെ എന്തെങ്കിലും പേര് കൊടുക്കാം. ഞാനിവിടെ എൻ്റെ പേര് തന്നെ കൊടുക്കുന്നു, ഫിറോസ് ദാദു എന്ന് കൊടുത്തു. ഓക്കെ, ഏകദേശം നമുക്ക് ടിക്ക് മാർക്ക് കൊടുക്കാം. ടിക്ക് മാർക്ക് കൊടുത്താൽ നമുക്ക് ഈ ഒരു ഇത് എവിടെയാണ് വേണ്ടത്, നമുക്ക് ഇഷ്ടമുള്ള ഒരു പൊസിഷനിൽ നമുക്ക് എവിടേക്കെങ്കിലും വെക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് വെച്ച് കൊടുക്കാം. വലുതാക്കാൻ ചെറുതാക്കാൻ സാധിക്കും. നമുക്ക് ഇതിലിപ്പോൾ ഒരു രസമുള്ള സ്ഥലം ഇവിടെ തന്നെയാണ്. ഓക്കെ, ഇവിടെയൊക്കെ കൊടുക്കാം. ഇനി അതുപോലെ അതിൻ്റെ ഫോണ്ട് ചേഞ്ച് ചെയ്യണമെങ്കിൽ ഇഷ്ടമുള്ള ഫോണ്ടുകളുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള ഫോണ്ടുകൾ ഇവിടെ നിന്ന് കൊണ്ട് സെലക്ട് ചെയ്യാം. ഏത് ഫോണ്ടാണോ വേണ്ടത് ആ ഫോണ്ടൊക്കെ നിങ്ങൾക്ക് ഇവിടെ സെലക്ട് ചെയ്യാൻ സാധിക്കും. ഒക്കെ ഒട്ടനവധി ഫോണ്ടുകളുണ്ട്. നമുക്ക് രസമുള്ള ഏതാണ് നിങ്ങൾക്ക് തോന്നുന്നത് അത് നിങ്ങളിവിടെ സെലക്ട് ചെയ്യുക. ഓക്കെ, ഞാൻ ഈ ഒരു ഫോണ്ട് കൊടുത്തു. ഓക്കെ, ടിക്ക് മാർക്ക് കൊടുക്കുക. ടിക്ക് മാർക്ക് കൊടുത്തതിന് ശേഷം നമുക്ക് എന്തെങ്കിലും സ്റ്റൈലിൽ നമുക്ക് ഇത് മാറ്റം വരുത്തുന്നതെങ്കിൽ നമുക്ക് സ്റ്റാൻഡേർഡ് എങ്കിൽ സ്റ്റാൻഡേർഡ് ആക്കാം, നെയിം ഇങ്ങനെ ആക്കാം, ലൈൻ ആക്കാം, മാസ്ക് ആക്കാം. അതുപോലെ തന്നെ സൈഡിലേക്ക് നീക്കി കഴിഞ്ഞാൽ വേറെ രീതിയിലുണ്ട്. ഇപ്പോൾ ഈ ഒരു രീതിയിലാണ് വേണ്ടെങ്കിൽ ഈ രീതിയിലാക്കാം. ബബിൾ മോഡലാണെങ്കിൽ അങ്ങനെ ആക്കാം. അതുപോലെ തന്നെ ഷെയ്ക്ക് ആണെങ്കിൽ ഷെയ്ക്ക് മോഡലാക്കാം. ഏത് മോഡലാണ് വേണ്ടത് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. ഓക്കെ, ഞാനിവിടെ സ്വൈപ്പ് എന്നുള്ളത് സെലക്ട് ചെയ്തു. നമ്മൾ നേരത്തെ സെലക്ട് ചെയ്തു വീഡിയോ ടൈറ്റിൽ എന്നുള്ളതിനെ സെലക്ട് ചെയ്തു. ഇപ്പോൾ അവിടെ ടെക്സ്റ്റ് പോയിട്ടുണ്ട്. ടെക്സ്റ്റ് ഒന്നുകൂടി എഴുതി കൊടുക്കുന്നുണ്ട്, ഫിറോസ് ദാദു. ഓക്കെ, കളർ ചേഞ്ച് ചെയ്യണമെങ്കിൽ നമുക്ക് കളർ ചേഞ്ച് ചെയ്യാം. ഒരുപാട് മോഡലുണ്ട്. നമുക്ക് ഏത് മോഡലാണ് വേണ്ടി സെലക്ട് ചെയ്യാം. ഓക്കെ, ടിക്ക് മാർക്ക് കൊടുക്കാം.
അപ്പോൾ നമ്മൾ ടെക്സ്റ്റും ആഡ് ചെയ്തതിന് കുട്ടികൾക്ക് മനസ്സിലാക്കുന്നത് ഈ ടെക്സ്റ്റ് ഫുള്ളായി വരുന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന ഈ ഒരു ആരോമാർക്ക് ക്ലിക്ക് ചെയ്തിട്ട് ആ വീഡിയോക്ക് മുഴുവനായിട്ട് നമുക്ക് ആ ടെക്സ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് ജസ്റ്റ് വലിച്ചു കൊടുക്കുക. ഓക്കെ, വലിച്ച് കറക്റ്റ് ചെയ്ത് കൊടുക്കുക. കറക്റ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഇനി അടുത്ത ഓപ്ഷൻ നോക്കാം. അടുത്ത ഓപ്ഷൻ നമുക്ക് ഇവിടെ വരുന്നത് ഓക്കെ, ഇവിടെ നിന്നുകൊണ്ട് നമുക്ക് ഇതിലേക്ക് ഒരു ഫോട്ടോ കാര്യങ്ങൾ നമുക്ക് ഏതെങ്കിലും പൊസിഷനിൽ ആഡ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ മൂന്നാമത്തെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. ഇവിടെ നിന്നുകൊണ്ട് ഫോട്ടോ ഏത് ഫോട്ടോ ആണ് വേണ്ടത് നമുക്ക് ഫോട്ടോ സെക്ഷനിൽ ക്ലിക്ക് ചെയ്ത് ഫോട്ടോ ആഡ് ചെയ്യാം, വീഡിയോ ആഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇവിടെ നിന്നുകൊണ്ട് ഒരു വീഡിയോ ചെയ്യുന്ന സമയത്ത് ഒരു ഫോട്ടോ അതിലേക്ക് ആഡ് ചെയ്യണം. നമ്മൾ സ്വന്തം ലോഗോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആഡ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ സ്വന്തം ലോഗോ അതിലേക്ക് ആഡ് ചെയ്യാം. അപ്പോൾ ഞാൻ ലോഗോ എത്തിക്കഴിഞ്ഞു. ഓക്കെ, അത് നമുക്ക് ഇഷ്ടമുള്ള ഒരു പൊസിഷനിൽ വെക്കാം. അതും ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഇതുപോലെ ഈ കാണുന്നത് തന്നെ ഒന്ന് വലിച്ചു നീട്ടി ആ വീഡിയോയിൽ ഫുള്ള് കൊണ്ടുവരാം. ഓക്കെ, ഒട്ടനവധി ഫീച്ചറുകൾ എല്ലാം കാണിക്കാൻ ഒരുപാട് സമയം എടുക്കും. ഞാൻ ഇത്ര മാത്രമേ കാണിക്കുന്നുള്ളൂ. ഓക്കെ, ഇനി നമുക്ക് അടുത്തത് ഓക്കെ, ഇനി നമുക്ക് അടുത്തത് വരുന്നത് ഇവിടെ നോക്കുമ്പോൾ ഇനി വീഡിയോ 1-2 വീഡിയോ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യണമെങ്കിൽ വീണ്ടും താഴെ മൂന്നാമത്തെ ഈ കാണുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ട് ഒരു പ്ലസ് ബട്ടൺ ക്ലിക്ക് അടുത്തൊരു വീഡിയോ സെലക്ട് ചെയ്തിട്ട് ആ വീഡിയോ കൂടി അതിലേക്ക് കൂട്ടി യോജിപ്പിക്കുകയാണെങ്കിൽ നമുക്ക് കൂട്ടി യോജിപ്പിക്കാം. ഓക്കെ, അത് കുട്ടിയൊക്കെ മനസ്സിലായി കാണിച്ചിരിക്കുന്നു. അതുപോലെ സൗണ്ട് മ്യൂട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഈ വീഡിയോയുടെ സൗണ്ട് നിങ്ങൾക്ക് വേണ്ട, അപ്പോൾ നമുക്ക് അത് മ്യൂട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, ഇനി നമുക്ക് താഴേക്ക് വരാം. താഴേക്ക് വരുന്ന സമയത്ത് നമുക്ക് ടെംപ്ലേറ്റ് എന്തെങ്കിലും ടെംപ്ലേറ്റുകളൊക്കെ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യണമെങ്കിൽ ഈ ടെംപ്ലേറ്റ് നമുക്ക് ഡൗൺലോഡ് ചെയ്യാം. അതിൽ ഗാലറിയിൽ ഉണ്ടെങ്കിൽ ഇവിടുന്ന് ക്രിയേറ്റ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ട് ടെംപ്ലേറ്റുകളൊക്കെ ഇതിലേക്ക് ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ ഫിൽറ്ററുകൾ എന്തെങ്കിലും ഈ കളറിലൊക്കെ എന്തെങ്കിലും വേരിയേഷൻ നിങ്ങൾക്ക് വരുത്തണം എന്നുണ്ടെങ്കിൽ അത് ചെയ്യാനുള്ള ഓപ്ഷനാണ്. ഓക്കെ, നമുക്ക് ഒറിജിനൽ മതി, നല്ല വീഡിയോയിൽ പെർഫെക്ഷൻ ഉണ്ടാവുള്ളൂ. ഇനി നമുക്ക് സ്പീഡ് എന്തെങ്കിലും ഈ വീഡിയോക്ക് എന്തെങ്കിലും സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ സ്പീഡൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാൻ സാധിക്കും. ഉണ്ടോ, ഇതുപോലെ കറക്റ്റ് ചെയ്ത് നമുക്ക് സ്പീഡൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാൻ ചെയ്യുന്നത് എൻ്റെ മൊബൈൽ ടിപ്സുമായിട്ടുള്ളൊരു വീഡിയോ ആയതുകൊണ്ട് ഞാൻ സ്പീഡ് ആക്കുന്നതുകൊണ്ട് വലിയൊരു കാര്യമില്ല. അപ്പോൾ നിങ്ങളുടെ അതിലേക്ക് കൂട്ടി കൊടുക്കുക. ഇനി നമുക്ക് ഇവിടെ നോക്കുകൊണ്ട് ഈ ഒരു വീഡിയോയുടെ ഏതെങ്കിലും ഭാഗം നമുക്ക് കട്ട് ചെയ്യണം. അങ്ങനെ കട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്കിത് കട്ട് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇവിടെ നിന്ന് കട്ട് ചെയ്യണം അവിടെ. അപ്പോൾ ഈ ഒരു വീഡിയോ താഴത്ത് 2 മാറി. ഓക്കെ, അപ്പോൾ ഡ്രിം ചെയ്യാം. ഇനി മൂന്നാമത്താണ് ഇതിലെ ഹൈലൈറ്റ്. അപ്പോൾ നമുക്ക് ഈ കട്ട് ചെയ്ത ഈ ഒരു ഭാഗം നമുക്കൊരു എഫക്റ്റ് കൊടുക്കണം. അപ്പോൾ നമ്മളിവിടെ എഫക്ട്സ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യാം. അങ്ങനെ ഈ രീതിയിലാക്കാം. ഒക്കെ വീഡിയോയിലുള്ളതാണ് വരുന്നത്. അതൊക്കെ നിങ്ങൾക്ക് വീഡിയോ എഡിറ്റിംഗ് എന്ന് പറയുന്നത് നിങ്ങളുടെ സ്വന്തം ഐഡിയ ആണ്. ഞാൻ എൻ്റെ ഐഡിയ ഒക്കെ ചെയ്താൽ നിങ്ങൾക്ക് രസം ഉണ്ടാവില്ല. നിങ്ങൾ ചെയ്യുമ്പോൾ ഒന്നുകൂടി വൃത്തി ഉണ്ടാവും. നമുക്ക് ഏതാണ് വേണ്ടത് ഇവിടെ നിന്ന് കൂടി സെലക്ട് ചെയ്യാം. ഓക്കെ, ഞാൻ ഇവിടെ നിന്നുകൊണ്ട് ഈ കാണുന്ന സെലക്ട് ചെയ്തു. അതിനുശേഷം ടിക്ക് മാർക്ക് കൊടുത്തു. ഇപ്പോൾ നമുക്ക് ആ വീഡിയോ ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഓക്കെ, എത്ര ചെയ്യുന്നൊക്കെ കൊടുക്കുന്നാലും ഇങ്ങനെ ഒരു ഓക്കെ, ഇവിടെ നിന്നുകൊണ്ട് അതിൻ്റെ ഒരു എഫക്റ്റ് ഞാൻ കാണിച്ചു തരാം. ആണോ, അപ്പോൾ ആ വീഡിയോയിൽ വന്നു. നമുക്ക് ഏതൊക്കെ എത്ര വരെ ഇനി അടുത്ത സ്ഥലം നമുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഇന്ന് കുറച്ചൊന്ന് നീട്ടിയതിന് ശേഷം വീണ്ടും നിങ്ങൾ എഫക്ട്സ് എടുക്കുക. ഇനി അടുത്തൊരു എഫക്റ്റ് ഇതിലേക്ക് കൊടുക്കണമെങ്കിൽ അടുത്തൊരു എഫക്റ്റ് കൊടുക്കാം. ഇപ്പോൾ അത്ര വന്നു. ഇനി ടിക്ക് മാർക്ക് കൊടുക്കുക. അപ്പം ഏതൊക്കെ ഭാഗത്താണോ നിങ്ങൾക്ക് ആ എഫക്റ്റുകൾ വരേണ്ടത് ജസ്റ്റ് ഇതുപോലെ നീക്കി കൊടുക്കുക. വീണ്ടും എഫക്ട്സ് അടിച്ചതിന് ശേഷം അടുത്തത് എടുക്കുക. അങ്ങനെ ആ വീഡിയോയിൽ മുഴുവനായിട്ട് നമുക്ക് ഇതുപോലെ കൊണ്ടുവരാൻ സാധിക്കും. ഓക്കെ, ഇനി അതുപോലെ ഡിലീറ്റ് ചെയ്യാനുള്ളത് വോളിയം കൂട്ടാനുള്ളത്, അതുപോലെ നമുക്ക് ബാക്ക്ഗ്രൗണ്ടിൽ എന്തെങ്കിലും അതിൽ ലൈനോ കാര്യങ്ങളൊക്കെ കൊടുക്കണമെങ്കിൽ സൈഡിലൊക്കെ ലൈൻ വന്നിട്ടില്ലേ അത് കൊടുക്കണമെങ്കിൽ അത് കൊടുക്കാനുള്ള ഓപ്ഷന്. അതുപോലെ ബോർഡർ നമുക്ക് എന്തെങ്കിലും ബോർഡറുകൾ കൊടുക്കണമെങ്കിൽ ബോർഡറുകൾ കൊടുക്കാനുള്ള ഓപ്ഷന്. നമുക്ക് വലിയൊരു ബോർഡർ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഇതിൽ ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്ത് ബോർഡർ കൊടുക്കാം. അതുപോലെ തന്നെ നമുക്ക് ഈ വീഡിയോ ഒന്ന് ക്രോപ്പ് ചെയ്യണം. അപ്പോൾ നമുക്കൊരു ക്രോപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കിപ്പം ഇതിന് യൂട്യൂബിന് സൈസ് ഉണ്ട്, അതുപോലെ തന്നെ ഇൻസ്റ്റഗ്രാമിന് സൈസ് ഉണ്ട്, ഓരോന്നിനും സൈസുകളുണ്ട്. ഇപ്പോൾ ടിക്ടോക്കിലാണെങ്കിൽ നമുക്ക് സൈസ് കുറക്കാൻ കിട്ടണം. അപ്പോൾ ടിക്ടോക്കിൽ ഇപ്പോൾ ഇങ്ങനെ വരുന്നത്. അപ്പോൾ ഇതിലേക്ക് ഇത് കറക്റ്റ് ചെയ്ത് കൊടുക്കുക. എന്നുവെച്ചാൽ ടിക്ക് മാർക്ക് കൊടുക്കുക. അപ്പോൾ ആ ഒരു വീഡിയോ എത്തിക്കഴിഞ്ഞു. കാരണം ഇതിപ്പോൾ ആ വീഡിയോ പ്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ നമുക്ക് ക്രോപ്പ് ചെയ്യണമെങ്കിൽ ക്രോപ്പ് ചെയ്യാം, അല്ലെങ്കിൽ ഞാൻ ഇപ്പോൾ യൂട്യൂബിലേക്ക് കണക്കാക്കിയിട്ട് ഉണ്ടാക്കിയത്, അതുകൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ നിന്നുകൊണ്ട് മിറർ ചെയ്യാം, ഫ്ലിപ്പ് ചെയ്യാം, ഫ്രീസ് ചെയ്യാം, റിവേഴ്സ്, സൂം, ഇത് നമുക്ക് സൂം ചെയ്യാം. അങ്ങനെ ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞ ശേഷം ഏറ്റവും മുകളിൽ നിങ്ങൾക്ക് ആയിരിക്കും എക്സ്പോർട്ട് എന്നുള്ളൊരു ഭാഗം. ഏറ്റവും മുകളിൽ നിങ്ങൾ ഇവിടെ എക്സ്പോർട്ട് എന്നുള്ള ഭാഗം അതിന് മേലെ ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്തിട്ട് താഴെ നമുക്ക് ഇവിടെ റെസൊല്യൂഷനൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാം. നമുക്കൊരു കുറഞ്ഞ റെസൊല്യൂഷൻ ആണെങ്കിൽ കുറഞ്ഞ റെസൊല്യൂഷൻ എടുക്കാം. എന്ന് വെച്ചാൽ താഴെ കാണാൻ ടിക്ക് മാർക്ക് കൊടുക്കാം. അപ്പോൾ ഇത് 100% ആയി കഴിഞ്ഞിട്ടാണെങ്കിൽ ഈ ഒരു വീഡിയോ നമ്മുടെ ഗാലറി സേവ് ആവും. ഇത്രയേ ഉള്ളൂ. ഇത് ഐഫോണിലും ചെയ്യാം, ആൻഡ്രോയിഡിലും ചെയ്യാം. നിങ്ങളുടെ ഐഡിയക്ക് നിങ്ങൾക്ക് വെറൈറ്റി ആയിട്ട് ഇത് ചെയ്യാൻ സാധിക്കും. എന്തായാലും അടിപൊളിയാണ്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഇത് സേവ് ആയി കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ഗാലറിയിൽ ഉണ്ടാവും. അത് 100% ഉറപ്പാണ്. വാട്ടർമാർക്ക് ഉണ്ടാവില്ല. ഞാൻ കാണിച്ചു തരാം. വാട്ടർമാർക്ക് ഉണ്ടാവില്ല. ഈ വീഡിയോ ഒന്ന് എഡിറ്റ് ഇതൊന്ന് ഫുൾ ആകുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഓക്കെ, അല്ലെങ്കിൽ ഒന്ന് ഫോർവേഡ് അടിച്ച് കാണാം. 49 ആയിട്ടുണ്ട്. നല്ലൊരു വീഡിയോ എഡിറ്റിംഗ് ആണ്. പ്രത്യേകിച്ച് ഒരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ ഒരു വീഡിയോ എഡിറ്റ് ചെയ്യുന്ന ആളുകൾക്കൊക്കെ ഏറെ ഗുണം ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷൻ കൂടിയാണ്.
ആദ്യമായിട്ടാണ് യൂട്യൂബ് ചാനൽ കാണുമെങ്കിൽ നമ്മൾ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മൊബൈൽ സംബന്ധമായിട്ടുള്ള പോസ്റ്റുകളാണ് കൂടുതലും ഞാൻ ചെയ്യാറുള്ളത്. ആവശ്യമുള്ളവർ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഓക്കെ 9495 100. ഓക്കെ, ഇപ്പോൾ ആ വീഡിയോ ഇവിടെ സേവ് ആയിട്ട് നമുക്ക് സേവ് ആൻഡ് പബ്ലിഷ് എന്നുള്ള ഭാഗത്ത് അല്ലെങ്കിൽ സേവ് ടു ആൽബം അതിന് മേലെ ക്ലിക്ക് ചെയ്യാം. ഓക്കെ കൊടുക്കുക. ഇനി നമ്മുടെ ഗാലറി ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. നമുക്ക് ഇതാണ് ആ വീഡിയോ. ഒരു മൊത്തം മനുഷ്യൻ കാട്ടുന്ന കാട്ടിലുണ്ടോ നിങ്ങൾ? ഇതിനെ കണ്ടാ പറയോ ഇതിനൊരു അരപ്പിരി ദിവസം എത്ര ചെയ്യാം? മരുന്നൊക്കെ കൊടുക്കുന്നു, എന്നാലും ഇങ്ങനെ ഒരു കാട്ടിക്കൂട്ടലാണ് നേരത്തെ. അങ്ങനെ നമുക്ക് കുറച്ച് ടെക്സ്റ്റ് അതുപോലെ കാര്യങ്ങൾ ഇനി എഫക്റ്റ് ഇപ്പോൾ വരും കേട്ടോ. ഒരല്പം വെയിറ്റ് ചെയ്യാം. അങ്ങനെ എഫക്റ്റ് വന്നു. ഇനി ഒരു എഫക്റ്റ് ഇനിയും വരും. അങ്ങനെ 3-4 എഫക്റ്റ് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതേ രീതിയിൽ നിങ്ങൾക്ക് എന്തായാലും ചെയ്യാൻ സാധിക്കും. 100% നിങ്ങളുടെ ഐഡിയക്ക് ചെയ്ത് കഴിഞ്ഞാൽ പൊളിയായിരിക്കും. അപ്പോൾ എല്ലാവരും മാക്സിമം ഈ വീഡിയോ ഷെയർ ചെയ്ത് നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് എത്തിക്കുക. ഓക്കെ ഫ്രണ്ട്സ്, ബൈ.